2004 റിലീസായ സയൻസ് ഫിക്ഷൻ ഡിസാസ്റ്റർ മൂവിയാണ് ഡേ ആഫ്റ്റർ ടുമാറോ. വലിയൊരു പ്രകൃതി ദുരന്തവും അതിനെ അതിജീവിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഈയിടെ വന്ന ചില വാർത്തകളിൽ പറയുന്നത് ഈ സിനിമയിലെ പോലെ പ്രകൃതിയിൽ മാറ്റം വരുന്നുണ്ടെന്നാണ്. എന്നാൽ പിന്നെ സിനിമയിലേക്ക് പോയാലോ? അന്റാർട്ടിക്കയിൽ ഐസ് കോർ സാമ്പിളുകൾ എടുക്കുവാനായി കുറച്ച് ശാസ്ത്രജ്ഞർ കട്ടിയുള്ള ഐസ് പാളി മെഷീൻ ഉപയോഗിച്ച് തുറക്കുകയാണ്. എന്നാൽ ഡ്രിൽ മെഷീൻ അകത്തേക്ക് തുളച്ചു പോയതും അവർക്ക് ചുറ്റുമുള്ള ഐസ് പാളി പൊട്ടുകയും ഡ്രിൽ മെഷീൻ ഉൾപ്പെടെ എല്ലാവരും താഴേക്ക് പോവുകയും ചെയ്യുന്നു. ജെയ്സൺ ആ കുഴിയിലേക്ക് വീണെങ്കിലും ജാക്കും ഫ്രാങ്കും കൂടി കൃത്യസമയത്ത് തന്നെ അവനെ രക്ഷിക്കുന്നു. എന്നാൽ അവരുടെ റിസർച്ച് സാമ്പിളുകൾ ആ ക്രാക്കിന്റെ അപ്പുറത്തെ വശത്തായി പോയി. ജാക്ക് ആണെങ്കിൽ അതെടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് ചാടാൻ പോവുകയാണ്. വേണ്ട ജാക്ക്, ചാടരുത്, അപകടമാണ് എന്നൊക്കെ കൂടെയുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ ജാക്ക് ഐസ് ക്രാക്കിന് മുകളിലൂടെ മറുവശത്തേക്ക് ചാടി ആ സാമ്പിളുകൾ എടുക്കുന്നു. ശേഷം തിരിച്ചു ചാടിയപ്പോഴേക്കും അവൻ കാല് ചവിട്ടിയതിന് താഴെയുള്ള ഐസ് പാളി തകരുകയും അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ കയ്യിലുള്ള മഞ്ഞ് കോടാലി മഞ്ഞ് പാളിയിലേക്ക് കുത്തി ഒരു വിധത്തിൽ ജാക്ക് പിടിച്ചു നിൽക്കുന്നു. അപ്പോഴേക്കും അവന്റെ കൂട്ടുകാർ ഓടി വന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു. മുകളിലേക്ക് എത്തിയ ജാക്കും അവന്റെ കൂട്ടുകാരും കാണുന്നത് ആ വലിയ ഐസ് പാളി മുഴുവൻ വിണ്ടുകീറുന്നതാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ന്യൂഡൽഹിയിൽ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയുള്ള UN കോൺഫറൻസിൽ ജാക്ക് പങ്കെടുക്കുന്നതാണ്. ഭൂമി ഒരു പുതിയ ഐസേജിലൂടെ കടന്നു പോകുമെന്നും ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും തണുത്തുറയുമെന്നും കോൺഫറൻസിലെ തന്റെ പ്രസംഗത്തിൽ ലോക നേതാക്കളോട് ജാക്ക് പറയുന്നുണ്ട്. ഇത് സംഭവിക്കാൻ എത്ര കാലങ്ങൾ എടുക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ചിലപ്പോൾ ശതവർഷങ്ങൾ എടുത്തേക്കാം, ഒരുപക്ഷെ 1000 വർഷം. പക്ഷെ നമ്മളിപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ നിർത്തിയില്ലെങ്കിൽ നമ്മളുടെ കൊച്ചുമക്കൾ ഇതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഇതിന് വലിയ ചിലവ് വരുമെന്നും ഇതുപോലത്തെ സെൻസേഷനായ കാര്യങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ഓർക്കണമെന്നും നേതാക്കൾ ജാക്കിനോട് പറയുന്നു. അതേസമയം ആ ബിൽഡിങ്ങിന് പുറത്ത് ജനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ സമരം ചെയ്യുകയാണ്. ആ ഭാഗത്ത് നല്ലപോലെ മഞ്ഞ് പെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രതിഭാസം ഇവിടെ ആദ്യമായാണ് നടക്കുന്നതെന്ന് ന്യൂസ് റിപ്പോർട്ടർ സ്ട്രീറ്റിൽ നിന്നുകൊണ്ട് ലൈവായി പറയുന്നുണ്ട്. ഈ മഞ്ഞ് വീഴ്ച കാരണം ആ നഗരത്തിൽ ജനങ്ങളൊക്കെ ഭയന്ന് വല്ലാത്ത അവസ്ഥയിലാണ്. UN കോൺഫറൻസിന് ശേഷം ജാക്ക് ടെറി എന്നൊരാളെ കാണുന്നു. ടെറി നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന് വേണ്ടി ജോലി ചെയ്യുന്നയാളാണ്. ജാക്കിന്റെ നിരീക്ഷണങ്ങളെല്ലാം വളരെ ശരിയാണെന്ന് ടെറി സമ്മതിക്കുന്നു. ശേഷം അവർ ഇരുവരും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ സംബന്ധിച്ച തങ്ങളുടെ തിയറികൾ ചർച്ച ചെയ്യുവാനായി പോകുന്നു. ദിവസങ്ങൾക്ക് ശേഷം ടെറിയുടെ സ്കോട്ട്ലൻഡിലുള്ള കാലാവസ്ഥാ മോണിറ്ററിംഗ് സ്റ്റേഷനിൽ ഒരു ജോലിക്കാരൻ ഭൂമിയുടെ വടക്കൻ അർദ്ധഗോളത്തിലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന് സമീപമുള്ള ഒരു സ്ഥലത്ത് വലിയ രീതിയിൽ താപനില താഴുന്നത് മോണിറ്ററിൽ കാണുന്നു. അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടലിലും മറ്റും അന്തരീക്ഷ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുവാനായി സെൻസറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൊരു സെൻസറിലാണ് വലിയ രീതിയിലുള്ള താപനില മാറ്റം ഡിറ്റക്ട് ചെയ്യുന്നത്. ഏകദേശം 13 ഡിഗ്രിയാണ് താപനില താഴുന്നത്. എന്നാൽ ശക്തമായ കാറ്റ് മൂലം വല്ലതും സംഭവിച്ചതാകാം അതെന്ന് അയാളുടെ കൂടെയുള്ള എംപ്ലോയി പറയുന്നു. ടെറി അങ്ങോട്ടേക്ക് തിരികെ വന്നെങ്കിലും ഈ വിഷയം അവർ ടെറിയോട് പറഞ്ഞില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ജപ്പാനിലെ ഒരു നഗരമാണ്. സാധാരണ പോലെ അവിടെ മഴ പെയ്യുകയാണ്. പക്ഷെ പെട്ടെന്നാണ് ആ അന്തരീക്ഷം മാറിയത്. കല്ല് പോലത്തെ മഞ്ഞ് കഷ്ണങ്ങൾ ആകാശത്ത് നിന്നും വീഴാൻ തുടങ്ങി. കെട്ടിടങ്ങളും കാറുകൾക്കും ബൈക്കുകൾക്കുമെല്ലാം വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു. മഞ്ഞുകട്ട വന്നു വീണ് കുറച്ചുപേർ മരിക്കുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന വലിയ അപകടത്തിന്റെ എന്തോ സൂചന പോലെ. പോളാർ ഐസ് ഉരുകുന്നത് മൂലം അന്തരീക്ഷ വ്യതിയാനത്തെക്കുറിച്ച് ജാക്ക് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. സൈക്ലോൺ നോവലാനി അമേരിക്കയിൽ ശക്തി പ്രാപിക്കുന്നു. ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ ശക്തിയേറിയ ഒരു ചുഴലിക്കാറ്റ് അവിടെ രൂപം കൊണ്ടിരിക്കുന്നു. ഒരുപാട് കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും ഒരുപാട് മനുഷ്യരെ കൊല്ലുകയും ചെയ്യുകയാണ് ആ കൊടുങ്കാറ്റ്. അതായത് കടന്നു പോകുന്ന പ്രദേശം നാമാവശേഷമാക്കിക്കൊണ്ടാണ് അത് പോകുന്നത്. അതേസമയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ 2 ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയെ നിരീക്ഷിക്കുകയാണ്. ഉപരിതലത്തിൽ നോക്കുമ്പോൾ ശക്തമായ 3 വലിയ കൊടുങ്കാറ്റുകൾ രൂപം കൊള്ളുന്ന കാഴ്ചയാണ് ഞെട്ടലോടെ അവർ കാണുന്നത്. കാരണം ഇത്രയും വലിയൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നത് അവർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ജാക്കിന്റെ മകനായ സാം ബ്രയാനും ലൗറയ്ക്കുമൊപ്പം വിമാനത്തിൽ ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യുകയാണ്. സാമിനാണെങ്കിൽ ഈ വിമാനയാത്രയ്ക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ വിമാനം അപ്പോൾ തന്നെ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് ശക്തമായി കുലുങ്ങുന്നു. അവരാണെങ്കിൽ ഓവർ ആങ്സൈറ്റി ഉള്ളത് കൊണ്ട് തന്നെ സാം ആകെ പേടിച്ചു വിറയ്ക്കുന്നു. നമ്മൾ ശക്തമായ കാറ്റിനുള്ളിലൂടെ കടന്നു പോവുകയാണ്. ആയതുകൊണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടേണ്ടതാണെന്നും ബലമായി എവിടെയെങ്കിലും പിടിച്ചിരിക്കണമെന്നും പൈലറ്റ് നിർദ്ദേശം നൽകുന്നു. അപ്പോഴേക്കും വിമാനത്തിന്റെ കുലുക്കം കൂടുകയും ലഗേജുകൾ വെച്ചിരിക്കുന്ന ബോക്സുകൾ തുറന്ന് അതിലുള്ള ബാഗുകളൊക്കെ പുറത്തേക്ക് വീഴുന്നു. ഒടുവിൽ വിമാനത്തിന്റെ കുലുക്കമൊക്കെ നിന്ന് എല്ലാം ശാന്തമാകുന്നു. സാം, ഞാൻ എന്റെ കൈയൊന്ന് എടുത്തോട്ടെ എന്ന് ലൗറ സാമിനോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് സാം ശ്രദ്ധിക്കുന്നത് വിമാനം കുലുങ്ങിയപ്പോൾ അവൻ പേടിച്ച് ലൗറയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണെന്ന്. അവൻ വേഗം അവന്റെ കൈ എടുത്തു മാറ്റുന്നു. ന്യൂയോർക്കിലെത്തി കാറിൽ നിന്ന് ഇറങ്ങിയ സാം കാണുന്നത് വലിയൊരു കൂട്ടം പക്ഷികൾ പടിഞ്ഞാറ് ദിശയിലേക്ക് പറക്കുന്നതാണ്. അത്രയും പക്ഷികൾ എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണെന്ന് തോന്നിപ്പോകും. ഫാമുകളിലും മൃഗശാലകളിലുള്ള മൃഗങ്ങളും അപരിചിതമായി എന്തിനെയോ പേടിക്കുന്നത് പോലെ പെരുമാറുകയാണ്. അവർ ശബ്ദമുണ്ടാക്കുകയും അവരെ പൂട്ടിയിട്ടിരിക്കുന്ന കൂടുകൾ പൊളിക്കാനും ശ്രമിച്ചു. അടുത്ത സീനിൽ കാണിക്കുന്നത് സാമും കൂട്ടുകാരും ന്യൂയോർക്കിലെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതാണ്. കോമ്പറ്റീഷനിൽ അവർ നന്നായി പെർഫോം ചെയ്യുന്നു. അപ്പോഴാണ് മറ്റൊരു സ്കൂളിൽ നിന്നുമുള്ള JD എന്നൊരു സ്റ്റുഡന്റ് ലൗറയുമായി ഫ്ലർട്ട് ചെയ്യുന്നത് സാം
ശ്രദ്ധിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ടെറിയുടെ മോണിറ്ററിംഗ് സ്റ്റേഷനാണ്. കടലിൽ സ്ഥാപിച്ചിട്ടുള്ള അന്തരീക്ഷ വ്യതിയാനങ്ങൾ മോണിറ്റർ ചെയ്യുന്ന ഡിവൈസിൽ താപനിലയിലുള്ള വലിയൊരു കുറവ് കാണിക്കുന്നത് ടെറി കണ്ടെത്തുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു ഡിവൈസ് ഇതേപോലെ താപനിലയിൽ വലിയൊരു കുറവ് കാണിച്ചിരുന്നു എന്ന കാര്യം അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരൻ ടെറിയെ അറിയിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും സമുദ്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പല മോണിറ്ററിംഗ് ഡിവൈസും താപനിലയിലെ അപകടകരമായ കുറവ് ഒരേ സമയം കമ്പ്യൂട്ടറിൽ കാണിക്കുന്നു. അതായത് ഇത് ഡിവൈസിന്റെ കുഴപ്പമല്ല, യഥാർത്ഥത്തിൽ അവിടെ താപനില താഴുകയാണ്. ടെറി ഉടനെ ജാക്കിനെ ഫോണിൽ വിളിക്കുന്നു. ജാക്ക്, നിങ്ങളുടെ തിയറി പ്രെഡിക്റ്റ് ചെയ്തതുപോലെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ വേഗത്തിലാണ് അത് സംഭവിക്കുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹിമയുഗത്തിന് ശേഷം ഇങ്ങനെയൊന്ന് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു എന്നത് ശരി തന്നെ, പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമേ ഇതൊക്കെ സംഭവിക്കൂ എന്നാണ് ഞാൻ കരുതിയത്. നിങ്ങളുടെ ഫോർകാസ്റ്റ് മോഡൽ കൊണ്ട് മാത്രമേ ഇതേ തുടർന്ന് എന്താണ് സംഭവിക്കുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കൂ. ഇന്നേ വരെയുള്ള മറ്റൊരു ഫോർകാസ്റ്റ് മോഡൽ കൊണ്ടും അത് സാധ്യമല്ല. അതേസമയം ചുഴലിക്കൊടുങ്കാറ്റായ നോവലൈനി വളരെ ശക്തി പ്രാപിക്കുകയാണ്. കോസ്റ്റ് ഗാർഡ് ബീച്ചുകളെല്ലാം പൂട്ടുന്നു. അതേസമയം കാലിഫോർണിയയിലുള്ള കാലാവസ്ഥ മോണിറ്റർ ചെയ്യുന്ന സ്റ്റേഷനിലെ ടെക്നീഷ്യൻ ജോലി ചെയ്യുന്നതിന് പകരം അയാളുടെ ഗേൾഫ്രണ്ടുമായി തിരക്കിലാണ്. പെട്ടെന്ന് അവളൊരു ശബ്ദം കേട്ട് ഭയക്കുന്നു. അയാൾ പുറത്തുപോയി നോക്കിയപ്പോഴേക്കും ജോലിക്കാരൻ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ശബ്ദമായിരുന്നു അത്. അപ്പോഴേക്കും ഓഫീസിലെ ഫോൺ റിംഗ് ചെയ്യുന്നു. ഹലോ, LA വെതർ സെന്റർ, ഞാൻ ടോമിയാണ്. ഇപ്പോൾ ബീച്ചിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ടോമി, ഞാൻ അല്പം തിരക്കിലാണ്. എന്താണ് വേണ്ടത്? ഇവിടെ ഗോൾഫ് ബോളിന്റെ വലിപ്പമുള്ള ഐസ് കഷ്ണങ്ങൾ ആകാശത്ത് നിന്നും വീണുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ടെക്നീഷ്യൻ തന്റെ മുന്നിലുള്ള മോണിറ്ററിൽ ശ്രദ്ധിച്ചതും ലോസ് ഏഞ്ചൽസിൽ വലിയൊരു ടൊർണാഡോ അഥവാ ചുഴലിക്കൊടുങ്കാറ്റ് രൂപം കൊള്ളുകയാണെന്ന് മനസ്സിലാക്കുന്നു. അതോടെ അയാൾ തന്റെ ബോസിനെ വിളിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അയാൾ വീടിന് പുറത്തേക്ക് പോയി നോക്കുമ്പോഴേക്ക് സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ വളരെ വലുതാണ് ആ കൊടുങ്കാറ്റെന്ന് മനസ്സിലാക്കുകയാണ്. അതേസമയം ജാക്കും കൂടെ ജോലി ചെയ്യുന്നവരും ന്യൂസ് ഹെലികോപ്റ്ററിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഹെലികോപ്റ്റർ ലോസ് ഏഞ്ചൽസിന് ചുറ്റും ഒരുപാട് ടൊർണാഡോകൾ രൂപപ്പെടുന്നതും അവ ആ നഗരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ലൈവായി കാണിക്കുന്നു. ആകെ പരിഭ്രാന്തരായ ആളുകൾ അവിടെ വിട്ട് ഓടിപ്പോവുകയാണ്. വലിയ വാഹനങ്ങൾ ആ ചുഴലിക്കാറ്റിൽപ്പെട്ട് തെറിച്ചു പോകുന്നുമുണ്ട്. മാത്രമല്ല വലിയ കെട്ടിടങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിക്കുന്നു. അതിന്റെ വശങ്ങളിൽ നിന്നും ഭാഗങ്ങളൊക്കെ അടർന്നു പോകുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു. അതോടെ പ്രസിഡന്റ് എല്ലാ വിമാനയാത്രകളും നിർത്തിവെക്കാൻ ഉത്തരവിടുന്നു. പക്ഷെ അപ്പോഴേക്കും മിഡ് വെസ്റ്റിൽ 2 വിമാനങ്ങൾ ചുഴലിക്കാറ്റ് മൂലം കൂട്ടിയിടിച്ച് തകർന്നിരുന്നു. വാഷിംഗ്ടൺ DC-യിലുള്ള ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ഓഫീസിൽ ഇത് സംബന്ധിച്ച തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ഭൂമിയിലെ പല ഭാഗങ്ങളിലും ചുഴലിക്കാറ്റും അതിശക്തമായ മഞ്ഞും മറ്റും രൂപപ്പെടുന്നു. ഇന്നേ വരെയുള്ള ഒരു ക്ലൈമറ്റ് മോഡലുകൾക്കും ഇത് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് കാരണമെന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും ജാക്ക് ചോദിക്കുകയാണ്, ആരെങ്കിലും നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രജല പ്രവാഹത്തെ പറ്റി ചിന്തിച്ചോ എന്ന്. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രജല പ്രവാഹത്തെ പറ്റി എന്ത് ചിന്തിക്കാനാണ്? കഴിഞ്ഞ ദിവസം ഹെഡ്ലാൻഡ് സെന്ററിലെ പ്രൊഫസർ ടെറി റാപ്സണിൽ നിന്നും എനിക്കൊരു ഫോൺ കോൾ ലഭിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ആ സമുദ്രജല പ്രവാഹത്തിന് മാറ്റമുണ്ടായിട്ടുണ്ടെന്നാണ്. അതെങ്ങനെ സംഭവിക്കും? ഈ പ്രവാഹങ്ങൾ ശുദ്ധജലത്തിന്റെയും ഉപ്പുവെള്ളത്തിന്റെയും ബാലൻസിനെ ആശ്രയിച്ചിരിക്കും. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ജാക്ക്. അതെ, പക്ഷേ ഗ്ലോബൽ വാർമിംഗ് മൂലം വൻതോതിലാണ് പോളാർ ഐസ് ഉരുകി കടലിലേക്ക് എത്തുന്നത്. അതുമൂലമാണ് ഈ പ്രവാഹത്തിന് മാറ്റമുണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതിനി കൂടി വരും, കൂടുതൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാവും. ജാക്ക് ഇത് പറയുന്നത് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെടുകയും പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തുടങ്ങി. ജാക്കും അവന്റെ ബോസായ ടോമും കൂടി കോൺഫറൻസ് ഹാളിൽ നിന്നും കോറിഡോറിലൂടെ നടക്കുകയാണ്. ടോം, നീ എന്താണ് ഗവൺമെന്റിനോട് പറയാൻ പോകുന്നത്? ജാക്ക്, നിന്റെ കയ്യിൽ ആകെയുള്ള ഒരു തിയറിയാണ്, അത് വെച്ചെങ്ങനെ ഞാൻ ഗവൺമെന്റിനോട് പറയുമെന്ന് ടോം ചോദിക്കുന്നു. നീ എനിക്ക് സൂപ്പർ കമ്പ്യൂട്ടറിലേക്കുള്ള ആക്സസ് തരൂ, ഇത് ഞാൻ പ്രൂവ് ചെയ്യാം. ആദ്യമൊന്നും അടിച്ചെങ്കിലും ജാക്കിന് അവന്റെ തിയറി പ്രൂവ് ചെയ്യാൻ 48 മണിക്കൂറത്തേക്ക് ടോം സൂപ്പർ കമ്പ്യൂട്ടർ ആക്സസ് നൽകുന്നു. അങ്ങനെ ഫ്രാങ്കിന്റെയും ജെയ്സന്റെയും നാസയുടെയും മെറ്റീരിയോളജിസ്റ്റായ ജാനറ്റിന്റെയും സഹായത്തോടെ ജാക്ക് തന്റെ തിയറിക്ക് പ്രൂഫ് ഉണ്ടാക്കാനായി ഉറങ്ങാതെ ജോലി ചെയ്യുകയാണ്. 24 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ ജാക്ക് ആകെ ക്ഷീണിതനായി. അല്പം വിശ്രമിക്കുകയായിരുന്ന സമയത്താണ് ജാക്കിന്റെ ടീം അവർ നടത്തിയ കാൽക്കുലേഷൻസുമായി ജാക്കിന്റെ അടുത്തേക്ക് എത്തുന്നത്. അത് പ്രകാരം 6 മുതൽ 8 ആഴ്ചക്കുള്ളിൽ ഭൂമിയിലേക്ക് അടുത്ത ഹിമയുഗം അല്ലെങ്കിൽ ഐസ് ഏജ് എത്തും. അതായത് ഭൂമി മുഴുവൻ തണുത്തുറയും. അടുത്ത ദിവസം ജാക്കിന് മകനായ സാമിന്റെ ഫോൺ കോൾ വരുന്നു. ഡാഡ്, ഞങ്ങൾ ഇവിടെ പെട്ടിരിക്കുകയാണ്. നിർത്താതെയുള്ള മഴയാണ്, ഒരു പേമാരി എന്ന് തന്നെ പറയാം. എല്ലായിടത്തും വെള്ളപ്പൊക്കമാണ്. സ്കൂളിലെ പ്ലംബിംഗ് എല്ലാം പഴകിയതാണ്. സീവേജ് ലൈനുകളെല്ലാം ബ്ലോക്കായി. ഈ രാത്രി എവിടെയാണ് നീ താമസിക്കുന്നത്? ഇവിടെയുള്ള ഞങ്ങൾ കുട്ടികളെ എല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമെന്നാണ് പറയുന്നത്. അച്ഛൻ എന്നെ ഓർത്ത് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരികെ എത്തിക്കൊള്ളാം. ഓക്കെ മോനെ, നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് ജാക്ക് ഫോൺ കട്ട് ചെയ്യുന്നു. സാം തിരികെ ലൗറയുടെ അടുത്തെത്തിയപ്പോൾ JD നമുക്ക് ഈ രാത്രി താമസിക്കുവാൻ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്ന് ലൗറ പറയുന്നു. അത് പിന്നെ അറിയാമല്ലോ, കണ്ടുമുട്ടിയപ്പോൾ മുതൽ ലൗറയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് JD. മോശമായ കാലാവസ്ഥ വാഷിംഗ്ടൺ DC-യിലേക്ക് എത്തിയിട്ടില്ലാത്തതിനാൽ ആളുകളെല്ലാം സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി സംഭരിക്കുകയാണ്. അതേസമയം ജാക്കിന് വൈസ് പ്രസിഡന്റിനെ കാണാൻ അവസരം ലഭിച്ചു. സർ, സാഹചര്യം വളരെ മോശമാണ്. ഇപ്പോഴുള്ള കാലാവസ്ഥ കൂടുതൽ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വടക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങളെ എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? ഇത്രയും ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യുവാനോ? എനിക്ക് വേറെ ജോലി ഒരുപാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈസ് പ്രസിഡന്റ് പോകുന്നു. ജാക്ക് പറഞ്ഞതിനോട് അദ്ദേഹം വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. അതേസമയം വടക്കൻ യൂറോപ്പിൽ ഇന്നേ
ഇന്നേ വരെ കാണാത്ത എത്ര മഞ്ഞുവീഴ്ചയാണ്. അതാണെങ്കിൽ നിൽക്കുന്നുമില്ല. 3 റോയൽ എയർഫോഴ്സ് ഹെലികോപ്റ്ററുകൾ കുടുങ്ങിക്കിടക്കുന്ന രാജകുടുംബത്തെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി സ്കോട്ട്ലൻഡിലേക്ക് പോവുകയാണ്. പക്ഷെ പോകുന്ന വഴി ശക്തമായ മഞ്ഞുവീഴ്ച കാരണം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. വൈഡ് ആയിട്ടുള്ള ഒരു സീൻ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് ആ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ വലിയൊരു ചുഴലിക്കാറ്റിന്റെ അഥവാ സെന്ററിലാണ് നിൽക്കുന്നതെന്ന്. പെട്ടെന്ന് അവിടെയുള്ള താപനില താഴാൻ തുടങ്ങി. ഹെലികോപ്റ്ററിലെ ഇന്ധനം കട്ടയാകുന്നു. അതോടെ എഞ്ചിനും നിലയ്ക്കുന്നു. അതോടെ ഓരോന്നായി ഹെലികോപ്റ്ററുകൾ താഴേക്ക് പതിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരും ഐസ് കട്ടയായി മരിച്ചു വീഴുകയാണ്. ഈ വിവരം ടെറി ജാക്കിനെ അറിയിക്കുന്നു. മാത്രമല്ല അവരുടെ കയ്യിൽ ഇത് സംബന്ധിച്ച് ഡാറ്റാസ് ഉണ്ടെങ്കിലും അത് അനലൈസ് ചെയ്യാനുള്ള ശേഷി അവരുടെ കമ്പ്യൂട്ടറിനില്ല. അതുകൊണ്ട് ടെറി ജാക്കിന്റെ സഹായം ചോദിക്കുന്നു. ജാക്ക് ഡാറ്റ അനലൈസ് ചെയ്യാമെന്ന് ടെറിയോട് പറയുന്നു. അതേസമയം താപനില താഴ്ന്ന സമയത്തെ സ്കോട്ട്ലൻഡിന്റെ സാറ്റലൈറ്റ് ചിത്രം ജാക്ക് ജാനറ്റിനോട് ചോദിക്കുന്നു. ജാനറ്റ് ആ ചിത്രം കാണിക്കുമ്പോൾ അത് ശരിക്കും ഒരു ഹരിക്കെയിൻ അഥവാ ചുഴലിക്കൊടുങ്കാറ്റ് രൂപപ്പെടുന്നതാണ്. അതായത് കരയിൽ ചുഴലിക്കാറ്റ് രൂപമെടുക്കുന്നു. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കടലിൽ മാത്രമേ ചുഴലിക്കൊടുങ്കാറ്റ് രൂപമെടുക്കൂ. ന്യൂയോർക്കിൽ 3 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. ട്രെയിനുകളെല്ലാം നിർത്തിവെച്ചു. ഡ്രെയിനേജ് എല്ലാം വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് വരാൻ തുടങ്ങി. കാനഡയിൽ നിമിഷങ്ങൾക്കുള്ളിൽ 25 അടിയോളം കടലിലെ ജലനിരപ്പ് ഉയർന്നതായും കൂടാതെ അവിടെയും ട്രോപ്പിക്കൽ ചുഴലിക്കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നതായുള്ള വാർത്ത സാമും കൂട്ടരും ടിവിയിൽ കാണുകയാണ്. അപ്പോഴേക്കും ജെഡി അങ്ങോട്ടേക്ക് വരുന്നു. എനിക്ക് എന്റെ കുഞ്ഞനിയനെ വിളിക്കാനായി പോകണം. അവൻ ഫിലാഡൽഫിയയിലെ ഒരു ബോർഡിംഗ് സ്കൂളിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാമെന്ന് ജെഡി അവരോട് പറയുന്നു. അങ്ങനെ അവർ ബിൽഡിങ്ങിന് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തെത്തിയപ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്കാണ്. വാഹനങ്ങളുടെ നീണ്ട നിര. മഴ നിൽക്കാത്തതിനാൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവിടെയുള്ള ഒരു സൂവിലെ ജോലിക്കാരൻ സൂ തുറന്നു നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന ചെന്നായകളെല്ലാം കൂടുപൊളിച്ച് രക്ഷപ്പെട്ടതായി മനസ്സിലാക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ആളുകളെല്ലാം അവിടെയുള്ള ഉയർന്ന ബിൽഡിംഗ് ആയ നാഷണൽ ലൈബ്രറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് കയറാൻ വന്ന ഹോംലെസ് ആയ ഒരാളെ അയാളുടെ കൂടെ പെറ്റായ നായ ഉള്ളതിനാൽ സെക്യൂരിറ്റി ഗാർഡ് കടത്തിവിട്ടില്ല. റോഡ് മുഴുവൻ വെള്ളം നിറഞ്ഞതിനാൽ കാറുകളൊന്നും നീക്കാൻ സാധിക്കുന്നില്ല. കാറിലുള്ളവരൊക്കെ ആകെ പെട്ടിരിക്കുകയാണ്. സാമും കൂട്ടരും ലൈബ്രറി ബിൽഡിംഗിലേക്ക് പോവുകയാണ്. എന്നാൽ ലൗറയാണെങ്കിലോ കാറിൽ പെട്ടിരിക്കുന്ന ഒരു ഫാമിലിയെ സഹായിക്കാൻ പോകുന്നു. അവരെ സഹായിക്കാൻ പോകുന്നതിനിടയിൽ കാറിലെ എന്തിനോ തട്ടി അവളുടെ കാല് നന്നായി മുറിയുന്നു. അപ്പോഴേക്കും വലിയ സുനാമി തിരകൾ ഉയർന്നു വരികയും സ്റ്റാച്യു ഓഫ് ലിബർട്ടി പ്രതിമയിൽ വന്നിടിച്ചുകൊണ്ട് തിരമാലകൾ ആ സിറ്റിയിലേക്ക് കടന്നു വരികയാണ്. ആ തിരമാലകൾ സിറ്റിക്കുള്ളിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരുന്നു. ആളുകൾ ജീവനും കൊണ്ട് പായുകയാണ്. കാറുകളും ബസ്സുകളും എല്ലാം അത് തൂത്തെറിഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരുന്ന സാം പുറത്തു നിന്നിരുന്ന ലൗറയുടെ അടുത്തേക്ക് ഓടി വരികയും അവളെ വിളിച്ചുകൊണ്ട് ലൈബ്രറി ബിൽഡിംഗിലേക്ക് വേഗം കയറുകയും ചെയ്തു. തിരമാലകൾ ഉള്ളിലേക്ക് കയറുന്ന സമയം കൊണ്ട് അവർ 1ാം നിലയിലെത്തി ഭാഗ്യത്തിന് രക്ഷപ്പെടുന്നു. അതേസമയം ജാക്ക് ഡാറ്റ അനലൈസ് ചെയ്ത് കാൽക്കുലേഷനുകൾ നടത്തിയ ശേഷം ടെറിയെ ഫോണിൽ വിളിക്കുന്നു. വായു വളരെ വേഗത്തിൽ താഴേക്ക് വരുന്നതിനാൽ കാനഡയിലും സ്കോട്ട്ലൻഡിലും സൈബീരിയയിലും കൊടുങ്കാറ്റുകൾ രൂപപ്പെടുകയാണ്. അവയാണെങ്കിൽ വളരെ വേഗത്തിൽ വലുതായിക്കൊണ്ടിരിക്കുകയുമാണ്. മറ്റു മേഖലകളിലേക്ക് അത് വേഗത്തിലെത്തും. ഐസേജ് വീണ്ടും സംഭവിക്കാനുള്ള 6 ആഴ്ച എന്ന നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റായിരുന്നു. പുതിയ ഐസേജ് സംഭവിക്കാൻ ഇനി വെറും 48 മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഇതിനെ തടയാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പരമാവധി ജീവനുകളെ രക്ഷിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ന്യൂയോർക്കിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ജാക്കിന് കോൾ വരുന്നു. ഇതറിഞ്ഞ ജാക്കിന്റെ ഭാര്യ ലൂസി ജാക്കിന്റെ ഓഫീസായ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് എത്തുന്നു. ഇതറിഞ്ഞ ജാക്ക് വേഗം ഓഫീസിന് പുറത്തേക്ക് വന്നു. ഞാൻ സാമിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അവനെ ഫോണിൽ കിട്ടുന്നില്ല എന്ന് ലൂസി പറയുന്നുണ്ട്. ഞാനും ശ്രമിച്ചിരുന്നു, പക്ഷെ കണക്ട് ആകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാക്ക് തന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു. കാരണം സാമിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നോർത്ത് അവരാകെ പേടിച്ചിട്ടുണ്ട്. അതേസമയം ന്യൂയോർക്കിൽ മുൻപ് നമ്മൾ കണ്ട ഹോംലെസ് ആയിട്ടുള്ള ആളില്ലേ, അയാളും അയാളുടെ നായയും മറ്റുള്ളവരും ലൈബ്രറി കെട്ടിടത്തിൽ സേഫ് ആണ്. ആരുടെ ഫോണിലും സർവീസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കും സ്വന്തക്കാരെയോ മറ്റുള്ളവരെയോ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാം പേ ഫോൺ തിരയുകയാണ്. അതായത് ഈ കോയിനൊക്കെ ഇട്ട് വിളിക്കുന്ന ലാൻഡ് ഫോൺ ഇല്ലേ, അത്. അങ്ങനെ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഫോൺ ഉണ്ടെന്ന് മനസ്സിലാക്കിയ സാം അങ്ങോട്ടേക്ക് പോകുന്നു. താഴത്തെ നിലയിലാണെങ്കിൽ ഏകദേശം നല്ല ഉയരത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. എങ്കിലും വെള്ളത്തിൽ കൂടി സാം ആ ടെലിഫോണിന് അരികിലെത്തി അവന്റെ പേരൻസിനെ വിളിക്കുന്നു. ഡാഡ്, ഇത് ഞാനാണ് സാം. സാം, നീ എവിടെയാണ്? ഞങ്ങളിവിടെ ലൈബ്രറി ബിൽഡിംഗിൽ തന്നെയുണ്ട്. ഡാഡ്, എന്താണ് സംഭവിക്കുന്നത്? സാം, ഞാൻ പറയുന്നത് കേൾക്കൂ. കൊടുങ്കാറ്റ് വളരെ ശക്തമാവുകയാണ്. ഒരു ഹരിക്കെയിൻ പോലെ. വായു വളരെ വേഗത്തിൽ തണുക്കും. നിമിഷ നേരം കൊണ്ട് നമ്മൾ തണുത്തു മരിക്കും. അതുകൊണ്ട് പുറത്തേക്ക് പോകരുത്. ഉള്ളിൽ തന്നെ ഇരിക്കുക. കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് കത്തിച്ച് ശരീരം ചൂടാക്കി വെക്കാൻ ശ്രമിക്കുക. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ന്യൂയോർക്കിലേക്ക് വരികയാണ്. അപ്പോഴേക്കും സാം നിൽക്കുന്ന സ്ഥലത്ത് വെള്ളമുയർന്ന് സീലിംഗിന്റെ ലെവലിലേക്ക് പൊങ്ങുന്നു. അതോടെ കോൾ കട്ടാകുന്നു. ഒരു നിമിഷത്തേക്ക് സാം വെള്ളത്തിൽ മുങ്ങിപ്പോയെന്ന് ലൗറ പേടിക്കുന്നു. പക്ഷെ സാം ഒരു വിധത്തിൽ വെള്ളത്തിൽ നിന്നും കയറി വരുന്നു. സാം ആണെങ്കിൽ ആകെ തണുത്ത് വിറയ്ക്കുകയാണ്. ലൗറ വേഗം അവന് വേണ്ടി ഉണങ്ങിയ തുണി കണ്ടുപിടിക്കുന്നു. ശേഷം തന്റെ ബോഡി ഹീറ്റ് നൽകുവാനായി അവനെ കെട്ടിപ്പിടിക്കുന്നു. സാം, ഇപ്പോ എങ്ങനെയുണ്ട്? ഇപ്പോ ഒരുപാട് ആശ്വാസമുണ്ടെന്ന് സാം ചിരിച്ചുകൊണ്ട് അവളോട് പറയുന്നു. കുറച്ചു സമയത്തിന് ശേഷം എല്ലാവരും അപരിചിതമായ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവര് നോക്കുമ്പോഴേക്ക് കടലിൽ കിടന്നിരുന്ന വലിയൊരു കാർഗോ ഷിപ്പ് സിറ്റിയിലെ വെള്ളം നിറഞ്ഞ റോഡിലൂടെ ഇങ്ങനെ ഒഴുകി നീങ്ങുകയാണ്. അവർ ആകെ ഞെട്ടിപ്പോയി. വെള്ളത്തിനടിയിൽ ഒരുപാട് കാറും ബസ്സുമൊക്കെ കിടപ്പുണ്ടല്ലോ. ഒഴുകി നീങ്ങിയ കപ്പൽ ചെന്ന്
അതിലിടിച്ച് നിൽക്കുന്നു. അതേസമയം എന്ത് സംഭവിച്ചാലും എത്ര അപകടകരമാണെങ്കിലും മകനെ രക്ഷിക്കാൻ ന്യൂയോർക്കിലേക്ക് പോകാൻ ജാക്ക് തീരുമാനിക്കുന്നു. അവനെ തടയാൻ സാധിക്കില്ലെന്ന് അവന്റെ ബോസിനറിയാം. പക്ഷെ പോകുന്നതിന് മുൻപ് നിന്റെ തിയറികൾ ഗവൺമെന്റിനോട് ഒന്നുകൂടി സംസാരിക്കണമെന്ന് ബോസ് പറയുന്നു. ഞാനത് പറഞ്ഞു കഴിഞ്ഞതല്ലേ ടോം, ഇനി എന്ത് പറയാനാണ്? പക്ഷെ ഈ പ്രാവശ്യം നിനക്ക് നേരിട്ട് പ്രസിഡന്റിനോട് സംസാരിക്കാം. അത് കേട്ടതോടെ ജാക്ക് സമ്മതിക്കുന്നു. ജാക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് വ്യക്തമായി മീറ്റിംഗിൽ അവതരിപ്പിക്കുന്നു. കൂടാതെ വടക്കൻ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളെ എത്രയും പെട്ടെന്ന് സൗത്തേൺ സ്റ്റേറ്റുകളിലേക്ക് മാറ്റാനും പറയുന്നു. പറ്റുമെങ്കിൽ മെക്സിക്കോയിലേക്ക്, അതായിരിക്കും ഏറ്റവും സുരക്ഷിതം. എന്നാൽ ജാക്ക് പറഞ്ഞതിനെയെല്ലാം വൈസ് പ്രസിഡന്റ് മുൻപത്തേതുപോലെ തന്നെ എതിർക്കുന്നു. നിങ്ങൾ സയൻസ് കാര്യങ്ങൾ നോക്കിയാൽ മതി, രാജ്യത്തിന്റെ പോളിസി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ നമ്മൾ അത് മുൻപേ നോക്കിയിരുന്നല്ലോ. ഞങ്ങൾ പറഞ്ഞ സയൻസ് നിങ്ങൾ മുൻപേ കേട്ടിരുന്നെങ്കിൽ ഒരുപാട് ജീവനുകൾ നമുക്കിന്ന് രക്ഷിക്കാമായിരുന്നു. ജാക്ക് അവിടെ ഉണ്ടായിരുന്ന USA മാപ്പിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. എല്ലാവരെയും ഈ ലൈനിനെ തെക്ക് ഭാഗത്തേക്ക് ഇവാക്യുവേറ്റ് ചെയ്യണം. പക്ഷെ അപ്പോൾ വടക്ക് ഭാഗത്തുള്ള ജനങ്ങൾ അവരെ എന്ത് ചെയ്യുമെന്ന് പ്രസിഡന്റ് ചോദിക്കുന്നു. വിഷമത്തോടെ ജാക്ക് പറയുകയാണ്, നമ്മൾ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. അവർക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് അവർ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുക. പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ കൊടുങ്കാറ്റ് മൂലം അവർ തണുത്തുറഞ്ഞു മരിക്കും. ശേഷം ജാക്ക് അവിടെ നിന്നും പോകുന്നു. എന്നാൽ വൈസ് പ്രസിഡന്റ് ഇപ്പോഴും ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ജാക്കിന്റെ അഭിപ്രായത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പക്ഷെ പ്രസിഡന്റ് അയാളെ അവഗണിച്ചുകൊണ്ട് ജാക്കിന്റെ പ്ലാൻ പോലെ ചെയ്യാൻ ആർമി ജനറലിന് നിർദ്ദേശം നൽകുന്നു. അതേസമയം ടെറിയുടെ റിസർച്ച് സ്റ്റേഷനിൽ ടെറിയും 2 അസിസ്റ്റന്റുമാരും നിരാശയിലാണ്. അവർക്കറിയാം ആരും അവരെ രക്ഷിക്കാൻ വരില്ലെന്ന്. അവർ ഇനി ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല. അവർ എല്ലാവരും കൂടി അവിടെ ഉണ്ടായിരുന്ന 12 വർഷം പഴക്കമുള്ള വിസ്കി എടുത്ത് കുടിച്ചുകൊണ്ട് പരസ്പരം സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ കറന്റ് പോകുന്നു. ന്യൂയോർക്കിൽ ആ നാഷണൽ ലൈബ്രറിയിലും കറന്റ് പോയിരിക്കുകയാണ്. നമ്മുടെ ഹോംലെസ് മാനും അയാളുടെ പട്ടിയും പതുക്കെ കെട്ടിടത്തിന് പുറത്തേക്ക് വന്നു. അയാൾ നോക്കുമ്പോഴേക്ക് അവിടെയുള്ള വെള്ളമെല്ലാം തണുത്തുറഞ്ഞ് ഐസ് കട്ടയായി മാറിയിരിക്കുകയാണ്. ഈ അവസരം മുതലാക്കി ആളുകളെല്ലാം ഐസിന് മുകളിലൂടെ നടന്ന് തെക്ക് ദിശ ലക്ഷ്യമാക്കി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ലൈബ്രറിയിലുള്ളവരെല്ലാം എഴുന്നേൽക്കുകയും മറ്റുള്ളവരെ പോലെ നടന്നു പോകാനും തീരുമാനിക്കുന്നു. എന്നാൽ സാം അവരെ തടയുന്നു. ആരും പോകരുത്, ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ കൊടുങ്കാറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പുറത്തു പോയാൽ തണുത്തുറഞ്ഞ് എല്ലാവരും മരിക്കും. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ എവിടുന്ന് കിട്ടി? എന്റെ അച്ഛൻ ഒരു ക്ലൈമറ്റോളജിസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മൾ അകത്ത് തന്നെ ഇരിക്കണം, തീ കത്തിച്ച് ചൂടായിരിക്കണം. ഇതെല്ലാം മാറുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. മഞ്ഞ് ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്നാൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പെട്ടുപോകും. ഇപ്പോൾ തന്നെ നമ്മൾ സമയം കളഞ്ഞു. എല്ലാവരും വരൂ എന്ന് ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്. കുറേയേറെ പേർ അയാൾ പറയുന്നത് കേട്ട് ആ മഞ്ഞിൽ കൂടി സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നു. വളരെ കുറച്ചു പേർ മാത്രമാണ് സാം പറഞ്ഞത് കേട്ട് അവിടെ നിന്നത്. അവിടെ നിൽക്കാൻ തീരുമാനിച്ച എല്ലാവരും കൂടി ഫയർ പ്ലേസ് ഉള്ള ഒരു മുറിയിലേക്ക് എത്തി. ഫയർ പ്ലേസ് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ വിറക് കൂട്ടി ചൂടാക്കാനുള്ള സ്ഥലമില്ലേ, അതാണ്. ആ മുറി ചൂടാക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ബുക്കുകളെല്ലാം അവർ ആ ഫയർ പ്ലേസിൽ കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങി. കൂടാതെ ഫുഡ് പാക്കറ്റുകൾ വെന്റ് ചെയ്യുന്ന മെഷീൻ തകർത്ത് അതിലുള്ള ഭക്ഷണം എല്ലാവരും ഷെയർ ചെയ്യുന്നു. കടുത്ത തണുപ്പിനെ അകറ്റാൻ കാർപ്പറ്റുകൾ പുതപ്പുകളായി അവർ ഉപയോഗിച്ചു. അതേസമയം ലൈബ്രറി ബിൽഡിംഗിൽ നിന്ന് രക്ഷപ്പെടാനായി മഞ്ഞിൽ കൂടി നടന്നു പോകുന്ന ആളുകൾ അവരുടെ തീരുമാനം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. കാരണം അത്രയധികം തണുപ്പ് മൂലം അവരാകെ വിഷമിക്കുകയാണ്. മാത്രമല്ല പ്രായമായ ചില ആളുകൾ മരിച്ചു വീഴാനും തുടങ്ങി. അതേസമയം മെക്സിക്കോ അവരുടെ രാജ്യത്തിന്റെ അതിർത്തികൾ അടയ്ക്കുന്നു. കാരണം അവർക്ക് ഇത്രയും അധികം അമേരിക്കൻ അഭയാർത്ഥികളെ താങ്ങാൻ കഴിയില്ല. എല്ലാ റോഡുകളും ട്രാഫിക് ജാമുകളിൽ പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ ഒരടി പോലും നീക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ അമേരിക്കക്കാർ അവരുടെ വാഹനങ്ങൾ ഉപേക്ഷിച്ച ശേഷം ഒരു നദി നീന്തി കടന്ന് നിയമവിരുദ്ധമായി മെക്സിക്കോയിലേക്ക് കയറുകയാണ്. കാരണം എല്ലാവർക്കും ജീവനിൽ കൊതിയുണ്ടല്ലോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ലൂസി തന്റെ പേഷ്യന്റായ പീറ്ററിന് എന്തോ വായിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ലൂസിയോടൊപ്പം ജോലി ചെയ്യുന്ന സ്ത്രീ വന്ന് അവളെ വിളിക്കുന്നു. പീറ്ററിനുള്ള ആംബുലൻസ് വന്നോ? ഇല്ല. എന്താ സംഭവിച്ചതെന്നറിയില്ല. ആളുകളെല്ലാം പരിഭ്രാന്തരായി ആംബുലൻസുകളെല്ലാം എടുത്ത് ഇവിടെ നിന്നും പോയി. ഞാൻ കൗണ്ടി ആംബുലൻസ് സർവീസ് വിളിച്ചെങ്കിലും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഒരു പോലീസുകാരൻ പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പീറ്ററിനെ ഒരു ആംബുലൻസിൽ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ. ഒരു കാര്യം ചെയ്യൂ, നീ അയാളുടെ കൂടെ പോയിക്കൊള്ളൂ. ഞാൻ ഇതെല്ലാം മാറുമ്പോൾ വന്നോളാം. പീറ്ററിനൊപ്പം ആരെങ്കിലും വേണ്ടേ? ലൂസി, നോ, നീ നിൽക്കരുത് ഇവിടെ. കൊടുങ്കാറ്റ് ശക്തമാവുകയാണ്. വേണ്ട, ഞാൻ പറയുന്നത് കേൾക്കൂ. കുഴപ്പമില്ല, നീ പോയിക്കൊള്ളൂ. ആ പോലീസുകാരൻ അധിക സമയം കാത്തിരിക്കില്ല. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ലൂസിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നു. സാമിനെ തേടി പോകാൻ വേണ്ടി സാധനങ്ങളെല്ലാം വാഹനത്തിൽ എടുത്തു വെക്കുകയാണ് ജാക്ക്. അപ്പോഴാണ് ജാക്കിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫ്രാങ്കും ജെയ്സണും ജാക്കിന്റെ കൂടെ സാമിനെ അന്വേഷിച്ചു പോകാൻ തയ്യാറായി വരുന്നത്. ജാനറ്റിനോട് യാത്ര പറഞ്ഞ ശേഷം അവരെല്ലാവരും കൂടി ട്രക്കിൽ യാത്ര തിരിക്കുന്നു. പോകുന്ന വഴിയിൽ ചുറ്റും മഞ്ഞാണ്. ദിക്ക് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. നമ്മളിപ്പോൾ എവിടെത്തിയെന്ന് ജാക്ക് ജെയ്സണിനോട് ചോദിക്കുന്നു. തന്റെ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റിൽ നോക്കിയ ജെയ്സൺ നമ്മളിപ്പോൾ ഫിലാഡൽഫിയയ്ക്ക് വടക്ക് ഭാഗത്താണെന്ന് ജാക്കിനോട് പറയുന്നു. പെട്ടെന്ന് മഞ്ഞിൽ മൂടിക്കിടന്ന് എന്തിലോ വന്നിടിച്ച് ട്രക്ക് നിൽക്കുന്നു. കൂടാതെ മഞ്ഞിൽ പുതഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇനി വേറെ വഴിയില്ല, നടക്കുകയേ നിവർത്തിയുള്ളൂ. സ്നോ ഷൂസ് ഉപയോഗിച്ച് അവർ മഞ്ഞിലൂടെ നടക്കാൻ ആരംഭിച്ചു. തീരെ വിസിബിലിറ്റി ഇല്ലാത്തതിനാൽ ഒരു റോപ്പ് ഉപയോഗിച്ച് എല്ലാവരും തമ്മിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾ അവർ അങ്ങനെ നടന്നു. അവരിപ്പോൾ നടക്കുന്നത് ഒരു ബിൽഡിങ്ങിന് മുകളിലെ ഗ്ലാസ് പാളിയിലൂടെയാണ്. പക്ഷെ
എന്തിനു മുകളിലൂടെയാണ് നടക്കുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. കാരണം അത്രയധികം മഞ്ഞ് മൂടപ്പെട്ടിരുന്നു. അടുത്ത നിമിഷത്തിൽ ഭാരം മൂലം ഒരു ഭാഗത്തെ ഗ്ലാസ് പൊട്ടിപ്പോവുകയും ഫ്രാങ്ക് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. എല്ലാവരെയും റോപ്പ് ഉപയോഗിച്ച് ബന്ധിച്ചിരുന്നതിനാൽ എല്ലാവരും താഴേക്ക് പോകുന്നു. പക്ഷെ ജാക്ക് പെട്ടെന്ന് സ്നോ ഹാമർ ഉപയോഗിച്ച് മഞ്ഞിൽ ആഞ്ഞു വെട്ടുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ജെയ്സണും ജാക്കും മുകളിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. റോപ്പ് ഉള്ളത് കൊണ്ട് ഫ്രാങ്ക് അതിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഭാരം കുറയ്ക്കാൻ വേണ്ടി ഫ്രാങ്ക് ലഗേജ് നിറച്ച ബാഗ് മുറിച്ചു വിടുന്നു. അത് താഴെ ചെന്ന് വീണ് ചിന്നി ചിതറുന്നു. അതുകൊണ്ട് ഫ്രാങ്കും ജെയ്സണും ഒന്ന് ഭയക്കുന്നുണ്ട്. കാരണം അത്ര ഉയരത്തിലാണവർ. ബാഗ് മുറിച്ചു വിട്ടിട്ടും ജെയ്സൺ അടിയിലുള്ള ഗ്ലാസ് പൊട്ടാൻ തുടങ്ങി. ആ ഗ്ലാസ് അധിക നേരം പിടിച്ചു നിൽക്കില്ലെന്ന് ഫ്രാങ്കിന് മനസ്സിലായി. ഫ്രാങ്ക്, എനിക്ക് നിന്നെ മുകളിലെത്തിക്കാൻ സാധിക്കും, ഞങ്ങൾ നിന്നെ വലിച്ചു കയറ്റിക്കൊള്ളാം എന്നൊക്കെ ജാക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഗ്ലാസ് ചിന്നി വരുന്നത് ഫ്രാങ്കിന് താഴെ നിന്നും നന്നായി കാണാമായിരുന്നു. എല്ലാവരും മരിക്കുന്നതിനേക്കാൾ നല്ലത് താനൊരാൾ മരിക്കുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഫ്രാങ്ക് തന്റെ റോപ്പ് മുറിക്കുന്നു. അതോടെ അയാൾ താഴേക്ക് വീണ് മരിക്കുന്നു. ഫ്രാങ്ക് ഫ്രാങ്ക് എന്ന് അലറി വിളിക്കുന്നുണ്ട് ജാക്കും ജെയ്സണും. പക്ഷെ എന്ത് ചെയ്യാൻ, ഫ്രാങ്ക് മരിക്കുന്നു. ആ രാത്രി ജാക്കും ജെയ്സണും ടെന്റിൽ കഴിഞ്ഞുകൂടുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ലൂസിയെയും പേഷ്യന്റായ കുട്ടിയെയും കൊണ്ടുപോകാൻ ആംബുലൻസ് എത്തുന്നതാണ്. വൈറ്റ് ഹൌസിൽ പ്രസിഡന്റിനെ ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. പക്ഷെ നിമിഷങ്ങൾക്കകം പ്രസിഡന്റും കൂട്ടരും കൊടുങ്കാറ്റിൽ പെടുകയും മരണപ്പെടുകയും ചെയ്തുവെന്നുള്ള വാർത്ത സെക്രട്ടറി വൈസ് പ്രസിഡന്റിനെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പുതിയ പ്രസിഡന്റായി അദ്ദേഹം നിയമിതനാവുകയാണ്. അതേസമയം ബഹിരാകാശത്ത് സ്പേസ് സ്റ്റേഷനിലുള്ള അസ്ട്രോനോട്ടുകൾ ഭൂമിയിൽ രൂപപ്പെടുന്ന വലിയ കൊടുങ്കാറ്റ് കാണുകയാണ്. 3ഓളം ചുഴലി കൊടുങ്കാറ്റാണ് ഭൂമിയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അത് ഭൂമിയുടെ ഏകദേശം മുഴുവൻ ഭാഗവും മൂടിയിരിക്കുകയാണ്. കൂടാതെ അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നു. ആസ്ട്രോനോട്ടുകൾ അതിന്റെ തെർമൽ ഇമേജ് ഭൂമിയിലെ കൺട്രോൾ സെന്ററിലുള്ള ജാനറ്റിന് അയച്ചു കൊടുക്കുന്നു. അത് കണ്ട ജാനറ്റ് ഈ കൊടുങ്കാറ്റ് 1 മണിക്കൂറിനുള്ളിൽ ന്യൂയോർക്കിൽ എത്തുമെന്നും പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ലൈബ്രറിയിൽ ലൗറയ്ക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ലൗറയും സാമും തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ്. അതിനിടയിൽ സാം ലൗറയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവളുടെ ടീമിൽ ചേർന്നതെന്ന് തുറന്നു പറയുന്നു. അത് കേട്ട് ലൗറയ്ക്കും സന്തോഷമാകുന്നു. കാരണം അവൾക്കും അവനോട് ഫീലിംഗ്സ് ഉണ്ട്. അവൾ ആ സന്തോഷത്തിൽ അവനെ കിസ് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെയായി. എല്ലാവരും നോക്കുമ്പോഴേക്ക് ലൗറയ്ക്ക് പാതി ബോധമേ ഉള്ളൂ. അവൾക്ക് ആകെ വയ്യാതായിരിക്കുകയാണ്. പനി പിടിച്ചിട്ടുണ്ട്. മുൻപ് സുനാമി തിരകൾ വന്നപ്പോൾ ഒരു ഫാമിലിയെ രക്ഷിക്കാൻ പോയ സമയത്ത് ലൗറയുടെ കാൽ മുറിഞ്ഞിരുന്നല്ലോ. അവർ അവളുടെ കാലിലെ മുറിവ് പരിശോധിക്കുന്നു. കൂടാതെ സിംറ്റംസ് വെച്ച് അത് എന്ത് മൂലമാണ് സംഭവിച്ചതെന്ന് ലൈബ്രറിയിലെ മെഡിസിൻ സംബന്ധിച്ച ഒരു ബുക്ക് പരിശോധിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതായത് അവളുടെ കാലിലുണ്ടായിരുന്ന മുറിവ് അത്യാവശ്യം വലുതായിരുന്നു. അതുവഴി ഇൻഫെക്ഷനായി ബ്ലഡ് പോയിസണിംഗിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ പെനിസിലിനോ വേണമെന്ന് ആ ബുക്കിൽ അവർ വായിക്കുന്നു. അല്ലെങ്കിൽ അവൾക്ക് ജീവൻ തന്നെ നഷ്ടമായേക്കും. അതുകൊണ്ട് തന്നെ ആ കടലിൽ നിന്നും വെള്ളം വന്നപ്പോൾ ഒഴുകി വന്ന കാർഗോ ഷിപ്പില്ലേ, അതിൽ പോയി മരുന്നുണ്ടാകുമോ എന്ന് നോക്കി വരാമെന്ന് സാം പറയുന്നു. ബ്രയാനും ജേഡിയും കൂടെ വരാമെന്ന് പറയുന്നു. പുറത്തിറങ്ങുന്നത് വളരെ അപകടകരമായിരുന്നിട്ടും അവർ 3 പേരും കൂടി ഷിപ്പിലെത്തി. അതേസമയം സാമിന്റെയും കൂട്ടരുടെയും മണം പിടിച്ച് സൂവിൽ നിന്നും മുൻപ് രക്ഷപ്പെട്ട ചെന്നായ്ക്കൾ വരുന്നുണ്ടായിരുന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥ. മെഡിസിൻ മുറി അകത്തു നിന്നും പൂട്ടിയിട്ടിരുന്നു. സാം അവിടെയുള്ള ജനലിലൂടെ പുറത്ത് കടന്ന ശേഷം ഭിത്തിയിലൂടെ സൂക്ഷിച്ച് നടന്ന് മെഡിസിൻ മുറിയുടെ ജനലിനരികിലെത്തി. ശേഷം ആ ജനൽ കുത്തി തുറന്ന് മെഡിസിൻ മുറിക്ക് അകത്തേക്ക് കയറുകയും ശേഷം അതിന്റെ വാതിൽ ജേഡിക്കും ബ്രയാനും തുറന്നു കൊടുക്കുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി ആന്റിബയോട്ടിക് തിരയാൻ തുടങ്ങി. ഒടുവിൽ ബ്രയാൻ പെനിസിലിൻ കണ്ടുപിടിക്കുന്നു. എന്നാൽ നമുക്ക് വേഗം മരുന്നുമായി പോകാമെന്ന് സാം പറയുന്നു. നിൽക്ക്, ഇവിടെ അടുക്കളയിൽ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതുണ്ടെങ്കിലേ ലൗറയ്ക്കും നമുക്കും ജീവൻ നിലനിർത്താൻ സാധിക്കൂ. അവർ അടുക്കളയിലായിരിക്കുമ്പോൾ ആ ചെന്നായകൾ മണം പിടിച്ച് അവരുടെ അടുക്കലെത്തുന്നു. ചെന്നായ്ക്കളെ കണ്ട ഉടനെ സാമും കൂട്ടരും ജീവനും കൊണ്ട് ഓടുകയാണ്. പക്ഷെ ഒരെണ്ണം ജേഡിയുടെ കാലിൽ പിടിച്ച് കടിച്ചു വലിക്കാൻ തുടങ്ങി. അത് കണ്ട സാം തന്റെ ടോർച്ച് എടുത്ത് ആ ചെന്നായയുടെ തലയിൽ ശക്തിയായി അടിക്കാൻ തുടങ്ങി. 1-2 അടി കഴിഞ്ഞപ്പോഴേക്കും ചെന്നായ പിടിവിട്ടു. അപ്പോഴേക്കും ജെയ്സണിനെ തൊട്ടടുത്ത മുറിയിലേക്ക് വലിച്ചിട്ട് അവർ വാതിലടയ്ക്കുന്നു. അതേസമയം ആ ചുഴലിക്കൊടുങ്കാറ്റിന്റെ ഐ അഥവാ കണ്ണ് ന്യൂയോർക്കിലേക്ക് പ്രവേശിച്ചു തുടങ്ങി. ഇത് മനസ്സിലാക്കിയ സാം അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അതായത് ജനൽ വഴി അപ്പുറത്തെ വശത്തെത്തി സാം ചെന്നായ്ക്കളെ ആകർഷിക്കും. ചെന്നായ്ക്കൾ സാമിന്റെ പുറകെ പോകുമ്പോൾ ബ്രയാനും ജേഡിയും പുറത്തേക്ക് വന്ന് മുറിയുടെ വാതിൽ പൂട്ടണം. അങ്ങനെ ജനൽ വഴി ഇറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് സാം എത്തുന്നു. പക്ഷെ അകത്തേക്ക് കയറുന്നതിനിടയിൽ അറിയാതെ ഒരു പൊട്ടിയ ഗ്ലാസിൽ അവൻ ചവിട്ടുന്നു. അതോടെ ചെന്നായ്ക്കൾ അങ്ങോട്ടേക്ക് തിരിയുന്നു. വേറെ വഴിയില്ലാത്തതിനാൽ സാം അവിടെ നിന്നും വേഗത്തിൽ ഓടുന്നു. ചെന്നായ്ക്കൾ അവന്റെ പുറകെ വിട്ടു. വളഞ്ഞും തിരിഞ്ഞും കോണിപ്പടി കയറി ഒരു വിധത്തിൽ സാം ഒരു കോറിഡോറിലെത്തി. ചെന്നായ്ക്കൾ തൊട്ടു പുറകെയുണ്ട്. ഡോർ തുറന്ന് പുറത്തു ചാടിയ സാം ചെന്നായ്ക്കളെ അവിടെ പൂട്ടിയിടുന്നു. ചെന്നായ്ക്കൾ തിരികെ അടുക്കള ഭാഗത്തേക്ക് എത്തി. പക്ഷെ ബ്രയാൻ ആ വാതിൽ പൂട്ടിയിട്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് അങ്ങോട്ടേക്ക് വീണ്ടും കയറാനായില്ല. ശേഷം ആവശ്യമായ ഭക്ഷണങ്ങളും ജേഡിയെയും അവർ ഷിപ്പിൽ കണ്ടെത്തിയ ബോട്ടിൽ കെട്ടി ലൈബ്രറി കെട്ടിടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോഴേക്കും ആ കൊടുങ്കാറ്റിന്റെ ഐ അഥവാ കണ്ണ് അവരുടെ ഭാഗത്തേക്ക് എത്തി. അവർക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ മുകൾ വശം മുതൽ താഴേക്ക് തണുത്തുറഞ്ഞു വരാൻ തുടങ്ങി. കെട്ടിടങ്ങളുടെ ചില്ലുകളെല്ലാം തണുത്തുറഞ്ഞ് പൊട്ടിച്ചിതറുകയാണ്. ഇത് കണ്ട് ഭയന്ന സാമും ബ്രയാനും വേഗത്തിൽ ജേഡിയെയും വലിച്ചുകൊണ്ട് കെട്ടിടത്തിനുള്ളിലേക്ക് ഓടുകയാണ്. അങ്ങനെ അവർ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി. ശേഷം തങ്ങളുടെ ചൂടുള്ള മുറിയിലേക്ക് പോവുകയാണ്. അവർ പോകുന്നതിന് ചുറ്റുമായുള്ള ഭിത്തികളെല്ലാം തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ
അവർ ഒരു വിധത്തിൽ ആ കെട്ടിടം മുഴുവൻ ഫ്രീസ് ആകുന്നതിന് മുന്നേ അവരുടെ മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുന്നു. ഈ തീയൊന്നും പോരാ, വേഗം കിട്ടുന്നതെല്ലാം എടുത്തിട്ട് കത്തിക്ക് എന്നും പറഞ്ഞ് സാം ബുക്കുകളൊക്കെ തീയിലേക്ക് എറിയാൻ തുടങ്ങി. അതോടെ കൂടെയുള്ളവരും പേപ്പറുകളും ബുക്കുകളും എല്ലാം എടുത്തിട്ട് തീയുടെ ശക്തി കൂട്ടി. അതേസമയം ജാക്കും ജെയ്സണും മഞ്ഞിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെയ്സൺ ആകെ തളർന്ന് താഴെ വീഴുന്നു. അതോടെ ജാക്കിന് ഇരട്ടിപ്പണിയായി. ഒരു ബോർഡിൽ ജെയ്സനെ കിടത്തി വലിച്ചു കൊണ്ടുപോവുകയാണ് ജാക്ക്. അപ്പോഴേക്കും ആ കൊടുങ്കാറ്റിന്റെ ആയി അഥവാ കേന്ദ്രം കണ്ട ജാക്ക് വേഗത്തിൽ താഴെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ വെന്റ് തുറന്ന് ജെയ്സണിനെ കൊണ്ട് അവിടെ തണുത്തുറയുന്നതിന് മുന്നേ താഴേക്ക് ചാടുന്നു. അല്പസമയം കഴിഞ്ഞ് ജെയ്സൺ എണീക്കുമ്പോൾ അവനൊരു ടെന്റിലാണ്. അങ്ങിങ്ങായി തീ കത്തുന്നുണ്ട്. അവൻ എണീറ്റ് പുറത്തേക്ക് വന്നപ്പോൾ മാപ്പ് നോക്കുന്ന ജാക്കിനെയാണ് കണ്ടത്. നിന്നെ തിരിച്ചു കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ജെയ്സൺ, പക്ഷെ നമുക്ക് ഉടനെ പോകണം. ഈ മഞ്ഞ് മാറുന്നതുവരെ അല്പം കൂടി വെയിറ്റ് ചെയ്തിട്ട് പോയാൽ പോരെ. സാമിന് അത്രയും സമയമുണ്ടാകില്ല. അത് കേട്ടതോടെ പിന്നെ ജെയ്സൺ ഒന്നും മിണ്ടിയില്ല. അവർ വീണ്ടും സാമിനെ കണ്ടെത്താനായി നടന്നു തുടങ്ങി. മഞ്ഞിലൂടെ നടന്നു പോകുമ്പോൾ തണുത്തുറഞ്ഞു മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവർ ചുറ്റുപാടും കാണുന്നു. രാത്രിയിൽ വീണ്ടും അവർ ടെന്റിൽ അഭയം പ്രാപിക്കുന്നു. അവർ തീ കത്തിച്ച് ആ തണുപ്പ് അകറ്റുന്നുണ്ട്. നമ്മുടെ സിവിലൈസേഷന് ഇനി എന്താണ് സംഭവിക്കുക എന്ന് ജെയ്സൺ ജാക്കിനോട് ചോദിക്കുന്നു. നമ്മൾ ഒരു ഐസ് ഏജ് സർവൈവ് ചെയ്തു, ഇതും നമ്മൾ സർവൈവ് ചെയ്യും. നമ്മുടെ നിലനിൽപ്പ് എന്നത് നമ്മൾ നമ്മുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുമോ അതനുസരിച്ച് പ്രവർത്തിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. സാം സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് സങ്കടത്തോടെ ജെയ്സൺ ജാക്കിനോട് പറയുന്നു. ഒരു അച്ഛൻ കേട്ടാൽ സഹിക്കുമോ അത്? ജാക്കിന്റെ മുഖമൊക്കെ മാറി. ഞാൻ എന്റെ മകന് ഒരു വാക്ക് കൊടുത്തിരുന്നു, ഞാൻ അവനെ തേടി വരുമെന്ന്. എന്ത് സംഭവിച്ചാലും എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അവന്റെ അടുത്തെത്തും. കുറച്ചു സമയത്തിന് ശേഷം കൊടുങ്കാറ്റുകൾ യൂറോപ്പിന് മുകളിൽ പതിയെ ഇല്ലാതാകുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നുള്ളവർ കാണുന്നു. അവർക്ക് കരഭാഗം കാണാൻ സാധിക്കുന്നുണ്ടെന്ന വിവരവും അവർ ഭൂമിയിലുള്ള കൺട്രോൾ സ്റ്റേഷനിലേക്ക് അറിയിക്കുന്നു. രാവിലെ ടെന്റിനുള്ളിൽ നിന്നും പുറത്തെത്തിയ ജാക്ക് കൊടുങ്കാറ്റ് ഇല്ലാതായിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. അവർ നടന്ന് നടന്ന് ന്യൂയോർക്കിലെത്തുന്നു. കപ്പലുകളും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും ഐസ് കട്ട പോലെ ആയിരിക്കുന്നത് അവർ കാണുന്നു. സാമിന്റെ ലൊക്കേഷൻ GPS ഡിവൈസിൽ നോക്കിയ ജെയ്സൺ പറയുന്നത് നമ്മൾ നിൽക്കുന്നത് ലൈബ്രറി കെട്ടിടത്തിന് മുകളിലാണെന്നാണ്. ആകെ ഭയന്ന ജാക്ക് ഓടിപ്പോയി നോക്കുമ്പോഴേക്ക് മുക്കാൽ ഭാഗവും മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ലൈബ്രറി കെട്ടിടം കാണുന്നു. മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ജാക്ക് ഒരു വിധത്തിൽ ജെയ്സനൊപ്പം ആ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി. കോറിഡോറിലൂടെ നടക്കുമ്പോൾ അടച്ചിട്ട മുറിയിൽ നിന്നും ഒരു വെളിച്ചം ജാക്ക് കാണുന്നു. വേഗം ചെന്ന് വാതിൽ തുറന്ന ജാക്ക് കാണുന്നത് സാമിനെയും മറ്റ് സ്റ്റുഡൻസിനെയുമാണ്. ലൗറയുടെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു. അച്ഛനെ കണ്ട സന്തോഷത്തിൽ സാം ഓടിച്ചെന്ന് ജാക്കിനെ കെട്ടിപ്പിടിക്കുന്നു. ജാക്കിന് തന്റെ മകനെ തിരിച്ചു കിട്ടിയതിൽ ഒരുപാട് സന്തോഷമാകുന്നു. കൊടുങ്കാറ്റിനെ സർവൈവ് ചെയ്ത് ന്യൂയോർക്കിലെത്തിയതും മകനെ തിരിച്ചു കിട്ടിയത് അറിയിച്ചുകൊണ്ടുള്ള റേഡിയോ സന്ദേശം ജാക്ക് തന്റെ ബോസിന് അയക്കുന്നു. അദ്ദേഹം ഈ കാര്യം വേഗം പ്രസിഡന്റിനെ അറിയിക്കുന്നു. മാത്രമല്ല കൂടുതൽ ജനങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന കാര്യവും ജാക്ക് അറിയിച്ചിരുന്നു. പ്രസിഡന്റ് തന്റെ ഈഗോ എല്ലാം മാറ്റിവെച്ച് ടിവിയിൽ ജനങ്ങളെ അഡ്രസ് ചെയ്യുകയാണ്. ഭൂമിയിലെ നാച്ചുറൽ റിസോഴ്സ് എല്ലാം ഒരു കുഴപ്പവുമില്ലാതെ നമ്മുടെ ആവശ്യത്തിന് ചൂഷണം ചെയ്യാമെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ അത് തെറ്റായിരുന്നു. ഭൂമിയിലുള്ളത് ശ്രദ്ധയോടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചില്ലെങ്കിൽ മനുഷ്യകുലം തന്നെ എന്നേക്കുമായി ഇല്ലാതാകും. നമ്മൾ ശത്രുക്കളെന്ന് കരുതിയ രാജ്യങ്ങളാണ് ഇന്ന് നമുക്ക് അഭയം നൽകിയത്. അതുകൊണ്ട് തന്നെ ലോക നന്മയ്ക്കായി വിദ്വേഷങ്ങൾ മറന്ന് ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കാം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മെസ്സേജ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജാക്കിന്റെ ബോസ് മിലിറ്ററിയോടൊപ്പം ഹെലികോപ്റ്ററിൽ വന്ന് ജാക്കിനെയും ടീമിനെയും രക്ഷിക്കുന്നതാണ്. അവർ ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല കെട്ടിടങ്ങളിലും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ മിലിറ്ററി രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും നോക്കുമ്പോൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ക്ലിയറായി ഭൂമിയിലെ വായു സ്പേസ് സ്റ്റേഷനിലുള്ളവർ കാണുന്നു. എന്തെന്നില്ലാത്തൊരു സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.